1000-ലധികം വർഷം പഴക്കമുള്ള കോഴിക്കോട് കടലുണ്ടിയിലുള്ള നെറുങ്കൈത്തക്കോട്ട ക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ ദേവമേഘ തുടർന്നാൽ. കേരളം പല നാട്ടുരാജ്യങ്ങളായി വിഭജിക്കപ്പെട്ട കാലത്തുണ്ടായിരുന്ന പരപ്പനാടിന്റെ ആസ്ഥാനമാണ് കടലുണ്ടി പുഴയോരത്ത് നിലകൊള്ളുന്ന നെറുങ്കൈതക്കോട്ട. കോവിലകവും കളരിയും സൈനിക താവളവും നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ നാമാവശേഷമായി. ക്ഷേത്രങ്ങൾ മാത്രം പൊളിച്ചെഴുത്തുകളെ അതിജീവിച്ചു. കോട്ട സ്ഥിതി ചെയ്തിരുന്ന കുന്നിൻമുകളിലെ ഭഗവതി ക്ഷേത്രവും തായൂരത്തിലുള്ള ശാസ്താക്ഷേത്രവും ഇന്നും നിലനിൽക്കുന്നു. വടക്ക് കല്ലായിപ്പുഴയ്ക്കും തെക്ക് പൂരപ്പുഴയ്ക്കും ഇടയിൽ നീണ്ടുകിടന്ന ഭൂവിഭാഗമാണ് പരപ്പനാട് രാജ്യമായി ചരിത്ര ഭൂപടത്തിലുള്ളത്. കുന്നിൻ ചെരുവിലിന്റെ താഴ്ഭാഗത്താണ് അയ്യപ്പ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ മേക്കോട്ട സ്ഥിതി ചെയ്യുന്നതിന് കുന്നിൻ മുകളിലാണ്. വളരെ പ്രകൃതി രമണീയമായ ക്ഷേത്രങ്ങളാണ് ഈ രണ്ട് ക്ഷേത്രങ്ങൾ. ഇവിടുത്തെ താഴെ കോട്ട എന്ന് പറയുന്ന ക്ഷേത്രം അയ്യപ്പനാണ് അവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. അയ്യപ്പൻ സ്വയംഭൂവാണ് ഇവിടുത്തെ പ്രത്യേകത. അതുപോലെ തന്നെ മേക്കോട്ടയിൽ കുന്നിൻ ചെരുവിൽ കുന്നിൻ മുകളിൽ ഭഗവതി കുടികൊള്ളുന്നു. ദാരിക സ്വരൂപിണിയായ ദേവിയാണ് ഇവിടെ കുടികൊള്ളുന്നത്. പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ മൈസൂർ പട ആഞ്ഞടിച്ചപ്പോൾ മലബാറിലെ എല്ലാ നാട്ടുരാജ്യങ്ങളെയും പോലെ പരപ്പനാടിന്റെ രാജവാഴ്ചയും തകർന്നു. ടിപ്പു സുൽത്താനെ തോൽപ്പിച്ച ബ്രിട്ടീഷുകാർ മലബാറിൽ സമാധാന ജീവിതം പുനഃസ്ഥാപിച്ചു എന്ന് പ്രഖ്യാപിച്ചിട്ടും തിരുവിതാംകൂറിൽ അഭയം തേടിയ പരപ്പൂർ സ്വരൂപത്തിന്റെ ശാഖാ കുടുംബങ്ങൾ തിരിച്ചു വന്നില്ല. അതോടെ നെറുങ്കൈത്തക്കോട്ട ക്ഷേത്രത്തിന്റെ സംരക്ഷണം ഈസ്റ്റ് ഇന്ത്യ കമ്പനി സാമൂതിരിപ്പാടിനെ ഏൽപ്പിച്ചു. കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായി 13 ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയൊരു തട്ടകത്തിന്റെ എല്ലാമാണ് ഈ ക്ഷേത്രത്തിലെ ദേവതകൾ. കോട്ടയിലെ ദേവീ ദേവന്മാരുടെ അപാര ചൈതന്യത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് വിദൂര ദേശങ്ങളിൽ നിന്ന് പോലും വിശ്വാസികൾ ഇവിടേക്ക് എത്തുന്നു. ന്യൂസ് മലയാളം, കോഴിക്കോട്.